യുഎസ് മാർക്കറ്റുകളെല്ലാം കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്യുന്നത് പോസിറ്റീവിലാണ്. ഡൗ ജോൺസ് 1.3%, S&P 500 1.4%, നാസ്ഡാക്ക് 1.9% പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. പ്രധാനമായിട്ടും വെള്ളിയാഴ്ച വന്ന ജോബ് ഡാറ്റ വളരെയധികം മോശമായിരുന്നു. ഇതേ തുടർന്ന് യുഎസിൽ ഇനി അടുത്ത ഫെഡ് മീറ്റിംഗിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടാവും എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ഇതായിരിക്കും ഒരുപക്ഷെ അമേരിക്കൻ മാർക്കറ്റിനെ പോസിറ്റീവിലേക്ക് നയിച്ചത്. അമേരിക്കയിൽ വരുന്ന റിസൾട്ടുകളൊക്കെ ബെറ്റർ ദാൻ എക്സ്പെക്ടഡ് ആണ്. റിസൾട്ടുകളൊക്കെ ഒരുപക്ഷെ ഈ റിസൾട്ട് നന്നായിട്ട് വരുന്നതും ഇതിനൊരു കാരണമാകാം. പക്ഷേ എക്കണോമിക് ഡാറ്റ വരുന്നതൊക്കെ വളരെ മോശമാണ്. ഒരുപക്ഷെ ഈ താരിഫ് റിലേറ്റഡ് ഇഷ്യൂ മാർക്കറ്റിനെ ഇനിയും അമേരിക്കൻ മാർക്കറ്റിനെ മോശമായി ബാധിക്കാൻ ഇടയുണ്ട് എന്ന തരത്തിലുള്ള വിലയിരുത്തലുണ്ട്. അമേരിക്കയിൽ ഇൻഫ്ലേഷൻ കൂടാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ വരുന്നുണ്ട്. ഇനി നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ 157 പോയിന്റ് പ്ലസ് ആയിട്ട് 24,722 നിഫ്റ്റി ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 81,018 അതായത് 418 പോയിന്റിന്റെ ഗെയിൻ ആണ് ഉണ്ടായത്. ഇത് പ്രധാനമായിട്ടും എല്ലാ സെക്ടറുകളും പോസിറ്റീവ് ആയിരുന്നു. അതുപോലെ BSE മിഡ് ക്യാപ്പ് 1%, സ്മോൾ ക്യാപ്പ് 0.7% ഒക്കെ പോസിറ്റീവ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ടാറ്റ സ്റ്റീലിന്റെ ഒക്കെ റിസൾട്ട് വന്നത് നമ്മുടെ ഇവിടെ പോസിറ്റീവ് ആയിട്ടാണ്. ഫാക്ടറി ഔട്ട്പുട്ട് ഡേറ്റയും പോസിറ്റീവ് ആയിട്ട് വന്നതുപോലെ GST കളക്ഷൻ വന്നതും പോസിറ്റീവ് ആണ്. തീരുവ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ മാർക്കറ്റിൽ പ്രധാനമായിട്ടും ഒരു സമ്മർദ്ദമുള്ളത്. അതുപോലെ റിസൾട്ട് പ്രതീക്ഷിച്ചത്ര നല്ല മികച്ച രീതിയിലല്ല വരുന്ന എന്നുള്ള കാര്യവും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഇനി റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനാൽ ഇന്ത്യക്ക് വീണ്ടും താരിഫ് ഏർപ്പെടുത്തും എന്നുള്ള തരത്തിൽ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഒരു കമന്റ് വന്നിട്ടുണ്ട്. രാജ്യ താല്പര്യത്തിനും അതുപോലെ ഊർജ്ജ ലഭ്യതയ്ക്കും അനുസരിച്ചാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നതെന്നാണ് ഇന്ത്യയുടെ അഭിപ്രായം. ഇതേ അഭിപ്രായം തന്നെയാണ് ചൈനയും പറഞ്ഞിരിക്കുന്നത്. ചൈനയും ഇന്ത്യയുമായിട്ട് യുഎസിന്റെ താരിഫ് റിലേറ്റഡ് ചർച്ച ഇതുവരെ സമവായമായിട്ടില്ല. രണ്ടുപേരുമായിട്ടും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഓഗസ്റ്റ് മാസം പകുതിയോടുകൂടി മാത്രമേ ഇന്ത്യയിൽ ഇനി അടുത്ത ഘട്ടം ചർച്ചകൾ നടക്കുകയുള്ളൂ. അമേരിക്കയുമായി ബന്ധപ്പെട്ട പല ഡീലുകളും ഇന്ത്യ ഇപ്പോൾ റദ്ദാക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു പ്രഷർ ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ ആണ്. ഇനി ഇതുപോലെ ഒപ്പക്കിന്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് ക്രൂഡ് ഓയിലിന്റെ പ്രൈസിൽ 2% ഇറങ്ങാനായിട്ട് കാരണമായിട്ടുണ്ട്. അതുപോലെ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് എതിരെ എല്ലാം അമേരിക്ക പിഴ ഈടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റു ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഏതാണ്ട് പ്രൊമോട്ടേഴ്സ് 55,000 കോടി രൂപയുടെ സ്റ്റോക്കുകളാണ് സെല്ല് ചെയ്യുന്നത്. 55,000 കോടി രൂപയുടെ സ്റ്റോക്കുകൾ സെല്ല് ചെയ്യുമ്പോൾ അതിന്റെ റിഫ്ലക്ഷൻ അതായത് സ്റ്റോക്കുകൾ കാണുന്നതാണ്. പ്രൊമോട്ടേഴ്സ് കൂടുതൽ ബൈ ചെയ്യുന്നതാണ് സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത്. ഇനി മറ്റു റിസൾട്ട് നോക്കിയാൽ DLF വളരെ മികച്ച റിസൾട്ടാണ് വന്നത്. 19% പ്രോഫിറ്റ് അപ്പായിട്ടുണ്ട്. അതുപോലെ ബുക്കിംഗ് പുതിയ ഫ്ലാറ്റുകൾക്കുള്ള ബുക്കിംഗ് 78% പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്. സോണ BWന്റെ പ്രോഫിറ്റ് കുറഞ്ഞതായിട്ടാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. ഏതറിന്റെ ലോസ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. സെയിൽ കൂടിയിട്ടുണ്ട്. അതുപോലെ മാരിക്കോ മികച്ച റിസൾട്ടാണ് വന്നത്. 8% പ്രോഫിറ്റ് അപ്പായിട്ടുണ്ട്. റവന്യൂ 23% അപ്പായിട്ടുണ്ട്. അതുപോലെ മറ്റൊന്ന് പേടിഎമ്മിൽ നിന്ന് ആലിബാബ എക്സിറ്റ് ചെയ്യുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തയുണ്ട്. 5.84 ആണ് ഷെയർ ഉള്ളത്. ബ്ലോക്ക് ഡീൽ വഴിയാണ് എക്സിറ്റ് ചെയ്യുന്നത്. 3,800 കോടി രൂപയുടെ ഡീലാണ്. അപ്പോൾ പേടിഎം ഇന്ന് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റ ഇന്ത്യയുടെ PMI ഡേറ്റയുണ്ട്. അതുപോലെ യുഎസിന്റെയും PMI ഡേറ്റ വരുന്നുണ്ട്. ഇനി ഇന്ന് റിസൾട്ട് പ്രഖ്യാപിക്കുന്ന കമ്പനികൾ ഭാരതി എയർടെൽ, അദാനി പോർട്ട്, ലൂപ്പിൻ, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്, അലംബിക് ഫാർമ, ആരതി സർഫക്ടൻസ്, അതുപോലെ ബർഗർ പെയിന്റ്സ്, ഭാരതി ഹെക്സാകോം, കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇൻ പ്രസ്റ്റീജ് എസ്റ്റേറ്റ് എന്നീ കമ്പനികളാണ് ഇന്ന് പ്രധാനമായിട്ടും റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന കമ്പനികൾ. അതുപോലെ ഇനി എഫാന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചേഴ്സിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഷോർട്ട് തന്നെയാണ്. പ്രോ ഏകദേശം ഹെഡ്ജ്ഡ് പൊസിഷൻ ആയിട്ടാണ് നിൽക്കുന്നത്. ക്ലൈന്റിനെ സംബന്ധിച്ചിടത്തോളം ക്ലൈന്റ് ബുള്ളിഷ് ആയിട്ടാണ്